ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറേ കാലങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇന്ന് വന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം, മെയ് 4 നമ്മൾ നീറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും എനിക്കറിയാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നീറ്റ് എക്സാമിന് കയറുന്ന സമയത്ത് നീറ്റ് എക്സാമിൻ്റെ ഹാളിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കാൻ പാടില്ല എന്ന കേസാണ്. ഇപ്പോൾ എക്സാം ഹാളിൽ പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. ടൈം മാനേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ചിലപ്പം ഇൻവിജിലേറ്റേഴ്സ് വന്നിട്ട് ചിലപ്പം തമ്പി ഇംപ്രഷൻ ഇടാൻ പറയും, സൈൻ ഇടാൻ പറയും, ചിലപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. നിങ്ങളതൊന്നും ചെയ്യാൻ പോകണ്ട, ഫോക്കസ് ചെയ്യാൻ പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. എക്സാമും ക്വസ്റ്റ്യൻ പേപ്പറും മാത്രം. എന്താണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഈ വർഷം മുതൽ നീറ്റ് എക്സാമിന് 180 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം വരെ 200 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി എല്ലാ സബ്ജക്റ്റും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 45 ചോദ്യം വീതം മുതൽ ഉണ്ടായിരിക്കും. അതായത് ബയോളജി, ബോട്ടണിയും സോളജിയും 90 ചോദ്യമായിരിക്കും. അങ്ങനെ മൊത്തം 180 ചോദ്യം മാത്രമായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ മക്കളെ, എക്സാമുകളുടെ ടൈം മാനേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് എക്സാം ചെയ്താൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ വരാൻ പോകുന്നുള്ളൂ. കൂടുതലൊന്നും ചോദിക്കാൻ പോകുന്നില്ല. NCERT പഠിച്ച കുട്ടികൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ധൈര്യത്തോടുകൂടി എന്ത് ചെയ്യുക, എക്സാമിന് അപ്രോച്ച് ചെയ്യുക. ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ പഠിച്ച് മാത്രമേ വരുള്ളൂ എന്ന കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. ഇനി മുതൽ നമ്മൾ നീറ്റുമായി റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോസുകളും ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബ് ചാനലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി മുതലുള്ള കട്ട് ഓഫുകളും കാര്യങ്ങളും അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അപ്പം എല്ലാ നീറ്റ് ആസ്പിറൻസും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച കുട്ടികളാണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ച കുട്ടികളാണെങ്കിൽ ഒരിക്കലും ടെൻഷൻ അടിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ നിങ്ങൾക്ക് MBBS അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വൃത്തിക്ക് എന്ത് ചെയ്യുക, എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.